അതിന് ഓവർ യൂസ് ഇഞ്ചുറീസിൻ്റെ എപ്പോഴുമുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെമഡീസ് ഗീവ് റെസ്റ്റ്. അത്രയും ഓവറായിട്ട് ചെയ്തതുകൊണ്ടാണല്ലോ, നമ്മൾ മെഷീനല്ല. അപ്പോൾ നിർദ്ദിഷ്ട ഇതിൽ കൂടുതൽ ചെയ്തതുകൊണ്ടാണ് ആ പെയിൻ വന്നത്. സോ ടേക്ക് റെസ്റ്റ്. നമുക്ക് മെഡിക്കേഷൻസ് കൊണ്ട് മാറുന്നതുണ്ട്. നമ്മളത് കൊടുത്ത് ഒരു 5 ദിവസത്തേക്ക് അതിൻ്റെ നീർക്കെട്ട് കുറയാനും ഞരമ്പിൻ്റെ നീർവീക്കം കുറയാനും ഒക്കെ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ അതിൽ സെറ്റാവും. പക്ഷേ അതിലും മാറാത്ത ഇതുണ്ട്. ചിലവർ ഈ വേദന വെച്ചിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതും മാസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ 5 ദിവസത്തെ മരുന്ന് കൊടുത്താലൊന്നും അതിനോട് റെസ്പോണ്ട് ചെയ്തോളണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കെനാക്കോട്ട് അല്ലെങ്കിൽ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ പറ്റും. സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേടി തോന്നുമെങ്കിലും ഇറ്റ്സ് എ വണ്ടർ ഡ്രഗ്. കാരണം അത് നമ്മൾ കൊടുത്തു കഴിയുമ്പം ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ, കാരണം ഇതൊക്കെ രക്തയോട്ടം കുറവുള്ള മേഖലകളാണ്, ഈ അസ്ഥിയുടെ ഈ ഒരു ടെൻഡൻ പോയിൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ടാബ്ലറ്റ് കഴിച്ച് ആ മരുന്നിൻ്റെ ഡോസ് എത്തിക്കുന്നതിനേക്കാളും ഇഞ്ചെക്ഷൻ ടെക്നിക്സ് ഫാസ്റ്റായിട്ട് നമുക്ക് പെയിൻ റിലീഫ് തരും. പിന്നീട് റെസ്റ്റും എക്സസൈസും കൊടുത്ത് നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും.